നവംബർ 30 പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത്. വിവാഹശേഷം രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവാഹം കഴിഞ്ഞ 15 ദിവസം പോലും കഴിയും മുന്നേ ഇടുത്തി പോലെ എത്തിയ ആ ദുരന്തം രണ്ടുപേരുടെയും ജീവനെടുത്തു. നാളെയായിരുന്നു അനുവിന്റെ ജന്മദിനം. വിവാഹം കഴിഞ്ഞ ആദ്യ ജന്മദിനമായതുകൊണ്ട് തന്നെ ആഘോഷമായി നടത്താനായിരുന്നു നിഖിലും വീട്ടുകാരും തീരുമാനിച്ചിരുന്നത്. എന്നാൽ എല്ലാ സന്തോഷങ്ങളെയും തല്ലിക്കെടുത്തിക്കൊണ്ടാണ് രണ്ടുപേരും മരണത്തിന് കീഴടങ്ങുന്നത്. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. രണ്ടുപേരും ഒരേ ഇടവകക്കാരും ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയവുമുണ്ട്. വിവാഹശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അനുവും നിഖിലും ഹണിമൂണിന് മലേഷ്യയിലേക്ക് പോകുന്നത്. നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്തിരുന്നത്. അനു MSW പഠനം പൂർത്തിയാക്കിയതുമാണ്. മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച ശേഷം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. തുടർന്ന് ഇവരെ സ്വീകരിക്കാനായി അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനുമാണ് വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നത്. ശേഷം ഇവർ തിരിച്ച നാട്ടിലേക്ക് പോരുന്നതിനിടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞകല്ലിൽ വെച്ച് ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇവരുടെ കാർ ഇടിച്ചു കയറുകയായിരുന്നു. വീടെത്തുന്നതിന്റെ കേവലം 7 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ കാർ തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്കാണ് ഇടിച്ചു കയറിയതെന്നാണ് വിവരം. അപകടത്തിൽ 4 പേരും മരണപ്പെടുകയും ചെയ്തു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. അനുവിന്റെ അച്ഛനായ ബിജുവാണ് കാർ ഓടിച്ചിരുന്നത്. ബിജു ഇന്നലെ പള്ളിയിലെ കരോൾ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. തുടർന്ന് രാത്രി 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. പുലർച്ചെ 4:15 അപകടം സംഭവിക്കുന്നത്. കാറിന്റെ പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും ഇരുന്നിരുന്നത്. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അനുവിന് മരണം സംഭവിക്കുന്നത്. എയർ ബാഗ് ഒന്നുമില്ലാത്ത പഴയ കാറാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. കാർ പൂർണ്ണമായും തകർന്നിരുന്നു. തല കീഴായി കിടന്ന നിലയിലായിരുന്നു നിഖിലിനെ പുറത്തെടുത്തത്. അപകടം നടന്ന ആളുകൾ ഓടിക്കൂടുമ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു. കാറിന്റെ ഒരു ഡോർ മാത്രമാണ് അപ്പോൾ തുറക്കാൻ കഴിയുമായിരുന്നത്. അതിലൂടെ അനുവിനെ വേഗം പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള 3 പേരെയും കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. എന്തായാലും നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇരുവരെയും മരണം തട്ടിയെടുത്തതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം. വരുന്ന ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പറക്കാനിരിക്കുകയായിരുന്നു. ഇരുവരുടെയും വീടുകൾ തമ്മിലും 1 കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.